വെൽക്കം ടു ഡേ ടു അറ്റ് പോണ്ടിച്ചേരി. എനിക്ക് ഈ ബീച്ചും സൺറൈസും സൺസെറ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു ട്രിപ്പിൽ ബീച്ച് ഉണ്ടെങ്കിൽ ഞാൻ അവിടുത്തെ സൺറൈസും സൺസെറ്റും മിസ്സാവാതെ എന്തായാലും പോയിരിക്കും. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഏതൻ ബീച്ചിലേക്ക് സൺറൈസ് കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. ഭയങ്കര ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു എനിക്ക് കിട്ടിയത്. നല്ല റൗണ്ട് യെല്ലോ കളർ സൺ, ഭയങ്കര ബ്യൂട്ടിഫുൾ സ്കൈ, എൻ്റെ ബീച്ച് ഓൾസോ ഭയങ്കര എൻജോയ് ചെയ്തിരിക്കാൻ പറ്റുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം ഞാൻ അവിടെ ഇരുന്നു. ഇങ്ങനെ സൺറൈസ് ഒക്കെ കാണുമ്പോൾ എൻ്റെ മൈൻഡ് ഭയങ്കര ക്ലിയർ ആവുന്നതും ഒരു പീസ്ഫുൾനെസ് എനിക്ക് വരുന്ന പോലെ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് കുറച്ചധികം നേരം അവിടെ ഇരുന്നിട്ടാണ് ഞാൻ ഇറങ്ങിയത്. നേരെ റൂമിൽ ചെന്ന് റൂം ചെക്കൗട്ട് ചെയ്തു. നേരെ പോയത് ഫ്രഞ്ച് കോളനിയിലേക്കായിരുന്നു. ഫ്രഞ്ച് കോളനി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കുറേ കളർഫുൾ ബിൽഡിങ്സ് ഒക്കെ ഉള്ള ഒരു ഏരിയ ആണത്. അവിടെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കറങ്ങി നടന്ന് ഒരു നല്ല കഫേയിലും കയറി നല്ല കാശും പൊടിച്ച് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ അടുത്ത സ്പോട്ടിലേക്ക് പോണ വഴിയാണ് ദ സ്പോട്ട് എന്ന് പറയുന്നത്. നമ്മുടെ സ്വപ്നക്കൂട്ടിലെ വീടിൻ്റെ കഫേ കണ്ടത്. ജസ്റ്റ് മിസ്സായി, നെക്സ്റ്റ് ടൈം നോക്കാം. ദെൻ അവിടെ അടുത്ത് തന്നെയുള്ള ഒരു പാർക്കിലൊക്കെ കുറച്ച് നേരം ഇരുന്ന് നേരെ പോയത് ഒരു ബോട്ട് റൈഡിന് വേണ്ടിയിട്ടായിരുന്നു. മാംഗ്രൂവ് ഫോറസ്റ്റിലേക്കാണ് പോയത്. ആൻഡ് ഇഫ് ഐ ആം നോട്ട് റോങ്, വേൾഡിൽ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് മാംഗ്രൂവ് ഫോറസ്റ്റ് ആണ് പോണ്ടിച്ചേരിയിലുള്ളത്. അതുകൊണ്ട് തന്നെ കുറേ മാംഗ്രൂവ് ഫോറസ്റ്റിനിടയിൽ കുറേ ടൈം പോകാനായിട്ട് ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ആ ബോട്ടിലെ ചേട്ടന്മാർ ഞങ്ങൾ കടലിൻ്റെ നടുക്കും കുറച്ച് കൊണ്ടുപോയി. അത്ര നടുക്കല്ല, നല്ല അത്യാവശ്യം സ്പീഡിൽ തന്നെ കടലിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയിരുന്നു. അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഈവനിങ് സൺസെറ്റ് എൻ്റെ ഒരു ബീച്ചിൽ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തതാണ്. പോണ്ടിച്ചേരി ട്രിപ്പും കഴിഞ്ഞു. ഓക്കെ, ബൈ.